മലയാള ചലച്ചിത്ര അഭിനേതാക്കളുടെ സംഘടനയായ അമ്മ വീണ്ടും കടുത്ത ആഭ്യന്തര കലഹങ്ങളിലേക്കും വിവാദങ്ങളിലേക്കും നീങ്ങുന്നതായി സൂചന. സംഘടനയുടെ വൈസ് പ്രസിഡന്റും നടിയുമായ ലക്ഷ്മിപ്രിയ കൊച്ചിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ നടത്തിയ വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ സിനിമാ മേഖലയിലും പൊതുസമൂഹത്തിലും വലിയ ചർച്ചയായിരിക്കുന്നത്. നടി അൻസിബാസിനെതിരെ തൃപ്പൂണിത്തറ ഹിൽ പാലസ് വനിതാ സെല്ലിൽ വ്യാജ പരാതി നൽകിയെന്ന ആരോപണങ്ങൾക്ക് മറുപടിയുമായാണ് ലക്ഷ്മിപ്രിയ രംഗത്തെത്തിയത്. തനിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളെല്ലാം നിഷേധിച്ച ലക്ഷ്മിപ്രിയ പരാതി നൽകിയ സാഹചര്യം പൂർണ്ണമായും തന്റെ വ്യക്തിപരവും കുടുംബപരവുമായ സുരക്ഷിതത്വത്തെ ബാധിച്ചുകൊണ്ടാണെന്ന് വ്യക്തമാക്കി. അതേസമയം സംഘടനയിലെ മറ്റൊരു പ്രധാന ഭാരവാഹിയായ നീന കുറുപ്പാണ് എല്ലാ പ്രശ്നങ്ങളുടെയും ഉറവിടമെന്നും സംഘടനയുടെ ഓഫീസ് ഇപ്പോൾ ഒരു അധോലോകം പോലെയാണ് പ്രവർത്തിക്കുന്നതെന്നും ലക്ഷ്മിപ്രിയ ആരോപിച്ചു. ലക്ഷ്മിപ്രിയ താൻ അൻസിബയ്ക്കെതിരെ പോലീസിൽ പരാതി നൽകിയെന്ന വാർത്ത ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. എന്നാൽ ഈ പരാതിക്ക് പിന്നിൽ യാതൊരു രാഷ്ട്രീയമോ മതപരമോ ആയ കാരണങ്ങളില്ലെന്നും തികച്ചും വ്യക്തിപരമായ ഒരു കുടുംബ വിഷയമാണെന്നും അവർ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചു. വളരെ ചെറിയ പ്രായത്തിൽ വിവാഹിതയായി കുടുംബമായി ജീവിക്കുന്ന തന്റെ ഫോൺ എപ്പോഴും ലോക്കുകൾ ഇല്ലാതെയാണ് തുറന്നു വെച്ചിരിക്കാറുള്ളതെന്നും ഭർത്താവിനോ മക്കൾക്കോ സുഹൃത്തുക്കൾക്കോ അത് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാമെന്നും ലക്ഷ്മിപ്രിയ വ്യക്തമാക്കി. കഴിഞ്ഞ ഡിസംബർ 10-ാം തീയതി രാത്രി അൻസിബ ഹസൻ തന്റെ ഫോണിലേക്ക് ഒരു സന്ദേശം അയച്ചതായും ഇതേക്കുറിച്ച് ചോദിക്കാൻ തിരിച്ചു വിളിച്ചപ്പോൾ താൻ ജോലിയിലാണെന്നും പിന്നീട് വിളിക്കാമെന്നുമാണ് അൻസിബ മറുപടി നൽകിയതെന്നും അവർ പറഞ്ഞു. ഈ സംഭവത്തിന് ശേഷം പലതവണ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും കൃത്യമായ മറുപടി ലഭിച്ചില്ലെന്ന് വ്യക്തമാക്കിയ ലക്ഷ്മിപ്രിയ അൻസിബയെ സ്വന്തം അനിയത്തിയെപ്പോലെയും മകളെപ്പോലെയുമാണ് കണ്ടിരുന്നതെന്നും പലപ്പോഴും വീട്ടിൽ വരികയും ഒന്നിച്ച് യാത്രകൾ ചെയ്യുകയും ചെയ്തിരുന്ന സൗഹൃദമായിരുന്നിട്ടും ആ സന്ദേശത്തെക്കുറിച്ച് വിശദീകരിക്കാൻ അൻസിബ തയ്യാറായില്ലെന്ന് കുറ്റപ്പെടുത്തുകയും ചെയ്തു. ഫോണിൽ വന്ന സന്ദേശം പിന്നീട് ലക്ഷ്മിപ്രിയയുടെ ഭർത്താവ് ജയേഷ് കാണാനിടയായത് കുടുംബത്തിലെ വലിയ രീതിയിലുള്ള മാനസിക ബുദ്ധിമുട്ടുകൾക്കും തർക്കങ്ങൾക്കും കാരണമാവുകയും അദ്ദേഹം കടുത്ത ആശങ്കയിലാവുകയും ചെയ്തു. ഇതേ ചൊല്ലി കുടുംബജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ വീട്ടിൽ വന്ന് ജയേഷിനെ കണ്ട് സംസാരിക്കാനോ ഫോണിലെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താനോ താൻ അൻസിബയോട് അപേക്ഷിച്ചതാണെന്നും എന്നാൽ ആ കുട്ടി അതിന് തയ്യാറാകാതെ തന്റെ കോളുകളും സന്ദേശങ്ങളും പൂർണ്ണമായി ഒഴിവാക്കിയെന്നും ലക്ഷ്മിപ്രിയ വെളിപ്പെടുത്തി. കുടുംബജീവിതം തകരുന്ന ഘട്ടത്തിലെത്തിയപ്പോഴാണ് ജനുവരി പകുതിയോടെ തൃപ്പൂണിത്തറ ഹിൽ പാലസ് വനിതാ സെല്ലിൽ പരാതി നൽകാൻ താൻ നിർബന്ധിതയായത്. താൻ നൽകിയ പരാതിയിൽ മതപരമായ കാര്യങ്ങളോ ക്ഷേത്ര സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട തർക്കങ്ങളോ ഇല്ലായിരുന്നുവെന്നും അൻസിബയ്ക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യണമെന്ന് പോലും ആവശ്യപ്പെട്ടിരുന്നില്ലെന്നും അവർ വ്യക്തമാക്കി. എന്നാൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചപ്പോൾ അൻസിബ ഇതിന് മറ്റ് മാനങ്ങൾ നൽകുകയാണ് ഉണ്ടായതെന്നും ജനുവരി 24-ന് സംഘടനയുടെ എക്സിക്യൂട്ടീവ് ഗ്രൂപ്പിൽ തനിക്കെതിരെ മത തീവ്രവാദവും ജിഹാദി പരാമർശവും ആരോപിച്ച് വലിയൊരു സന്ദേശം അയക്കുകയാണ് അൻസിബ ചെയ്തതെന്നും ലക്ഷ്മിപ്രിയ ആരോപിച്ചു. വാർത്താ സമ്മേളനത്തിൽ നടി നീന കുറുപ്പിനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ച ലക്ഷ്മിപ്രിയ സംഘടനയിലെ പല തർക്കങ്ങൾക്കും കാരണം അവരാണെന്ന് ആരോപിച്ചു. നടൻ ടിനി ടോം സ്ത്രീകളെ ബഹുമാനിക്കുന്ന വ്യക്തിയാണെന്നും അൻസിബയെ അദ്ദേഹം ജിഹാദി എന്ന് വിളിച്ചെന്ന ആരോപണം നീന കുറുപ്പ് പറഞ്ഞറിഞ്ഞ് ഉണ്ടാക്കിയതാണെന്നും അവർ വ്യക്തമാക്കി. രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് രാത്രി 12 മണിക്ക് ഹിസ്റ്റീരിയ ബാധിച്ചതുപോലെ ഉറഞ്ഞു തുള്ളി അസഭ്യം പറഞ്ഞത് ടിനി ടോം അല്ല, നീന കുറുപ്പാണെന്നും താനും നടൻ സിജോയ് വർഗീസും ഇതിന് ഇരയായിട്ടുണ്ടെന്നും ലക്ഷ്മിപ്രിയ വെളിപ്പെടുത്തി. കൂടാതെ മലയാളത്തിലെ പ്രമുഖ നടനെയും അൻസിബയെയും ചേർത്ത് നീന കുറുപ്പ് അവിഹിത കഥകൾ കെട്ടിച്ചമച്ചതായി മറ്റൊരു എക്സിക്യൂട്ടീവ് അംഗം നൽകിയ പരാതിയിലുണ്ടെന്നും ഇതിനെതിരെ അൻസിബ എന്തുകൊണ്ട് മൗനം പാലിക്കുന്നുവെന്നും അവർ ചോദ്യമുയർത്തി. സെക്രട്ടറിയും പരിവാരങ്ങളും ചേർന്ന് അമ്മ സംഘടനയുടെ ഓഫീസിനെ ഒരു അധോലോകം പോലെയാക്കി മാറ്റിയിരിക്കുകയാണെന്നും ജനാധിപത്യ വിരുദ്ധമായ രീതിയിലാണ് അവിടുത്തെ പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകുന്നതെന്നും ലക്ഷ്മിപ്രിയ ആരോപിച്ചു. ശബ്ദം റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്ന 21 CCTV ക്യാമറകളാണ് ഓഫീസിൽ സ്ഥാപിച്ചിട്ടുള്ളതെന്നും ഇതിനാൽ അംഗങ്ങൾക്ക് പരസ്പരം സ്വതന്ത്രമായി സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും അവിടെ ഇല്ലെന്നും അവർ കുറ്റപ്പെടുത്തി. സംഘടനയുടെ പ്രസിഡന്റായ ശ്വേത മേനോന് ഈ CCTV ദൃശ്യങ്ങളുടെ ആക്സസ് നൽകാതെ ഓഫീസിൽ നടക്കുന്ന പല കാര്യങ്ങളും മറച്ചുവെച്ച് അവരെ ഇരുട്ടിൽ നിർത്തുകയാണെന്നും കഴിഞ്ഞ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് ശേഷം നീന കുറുപ്പിനെ സന്തോഷിപ്പിക്കാൻ കുക്കു പരമേശ്വരൻ ഇടപെട്ട് തനിക്കൊരു മാസത്തെ വിലക്ക് ഏർപ്പെടുത്തിയതായും ലക്ഷ്മിപ്രിയ വെളിപ്പെടുത്തി. മുൻപ് വലിയ ചർച്ചയായ മെമ്മറി കാർഡ് വിവാദം വെറും ഒരു ഇലക്ഷൻ സ്റ്റണ്ട് ആണെന്ന് കുക്കു പരമേശ്വരൻ പറഞ്ഞിരുന്നതായി ഓർമ്മിപ്പിച്ച അവർ ആ മെമ്മറി കാർഡ് പരേതയായ നടി KPSC ലളിതയുടെ കൈവശമായിരുന്നുവെന്നും അവർ മരിച്ചതുകൊണ്ട് അത് തിരികെ വാങ്ങാൻ കഴിയില്ലെന്നുമുള്ള രീതിയിൽ റിപ്പോർട്ട് തയ്യാറാക്കാൻ കമ്മീഷനെ വെച്ചിട്ടുണ്ടെന്നും ആരോപിച്ചു. ഈ മെമ്മറി കാർഡ് നിലവിലുണ്ടെന്ന് തനിക്ക് 100% ഉറപ്പാണെന്നും ഇത് കണ്ടുപിടിക്കാൻ കമ്മീഷനെ വെക്കണമെന്ന് ആവശ്യപ്പെട്ട അന്ന് തൊട്ടാണ് താൻ സംഘടനയ്ക്കുള്ളിൽ ലക്ഷ്യം വെക്കപ്പെടാൻ തുടങ്ങിയതെന്നും ലക്ഷ്മിപ്രിയ കൂട്ടിച്ചേർത്തു. തന്റെ വ്യക്തിത്വത്തെയും കുടുംബജീവിതത്തെയും ബാധിക്കുന്ന കാര്യങ്ങൾ വന്നതുകൊണ്ടാണ് ഔദ്യോഗിക വക്താവല്ലായിരുന്നിട്ടും മാധ്യമങ്ങൾക്ക് മുന്നിൽ ഈ കാര്യങ്ങൾ തുറന്നു പറയാൻ നിർബന്ധിതയായതെന്ന് ലക്ഷ്മിപ്രിയ വ്യക്തമാക്കി. കൃത്രിമമായി ഉണ്ടാക്കിയെടുത്ത ഒരു നല്ല കുട്ടി ഇമേജിൽ ഇരിക്കാൻ തനിക്ക് താല്പര്യമില്ലെന്നും സംഘടനയ്ക്കുള്ളിലെ തെറ്റായ പ്രവണതകൾക്കെതിരെ ഇനിയും കാര്യങ്ങൾ തുറന്നു പറയുമെന്നും വ്യക്തമാക്കിക്കൊണ്ടാണ് ലക്ഷ്മിപ്രിയ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത്.
സംഘടനയുടെ തലപ്പത്തുള്ള പ്രമുഖ ഭാരവാഹികൾ പരസ്പരം ചെളിവാരിയെറിയുന്ന ഈ സംഭവം അമ്മ സംഘടനയ്ക്കുള്ളിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ രാജികൾക്കും അച്ചടക്ക നടപടികൾക്കും വഴി തുറക്കുമെന്നാണ് ചലച്ചിത്ര ലോകത്തു നിന്നുള്ള വിലയിരുത്തൽ.